ഹലോ ഫ്രണ്ട്സ്, പോക്കുതിരഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ BYD Atto 3 നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ BYD E6ൻ്റെ യൂസർ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ലൊരു വീഡിയോ, നല്ല റെസ്പോൺസുള്ളൊരു വീഡിയോ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ BYD Atto 3, അതായത് BYD രണ്ട് മോഡൽസാണ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ Atto 3 ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. Atto 3 എന്ന് പറയുമ്പോൾ ഇതിനൊരു SUV എന്നോ ക്രോസോറെന്നോ എങ്ങനെ വേണേലും നമുക്ക് കാണാം. കാരണം ഇതിൻ്റെ ഒരു ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഭയങ്കര അടിപൊളി ഡിസൈൻ. അതായത് കിയയുടെ EV6 ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം EV6 എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണ് Atto 3ക്കും വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒറ്റ നോട്ടൊന്ന് പെട്ടെന്ന് നോക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കാതെ പോവില്ല. അത്ര അടിപൊളി ഡിസൈനാണ്. ഡിസൈൻ മാത്രമല്ല, ഫീച്ചർ വൈസും ഇതിനെ വെല്ലാൻ വേറൊരു വണ്ടിയില്ല ആ ഒരു റേഞ്ചിൽ. കാരണം അമ്മാതിരി കുറേ ഫീച്ചേഴ്സാണ് വന്നിരിക്കുന്നത്. ഇൻറ്റീരിയറിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ലക്ഷറി ഫീലാണ് നമുക്ക് Atto 3 തരുന്നത്. BYD ഏറ്റവും അട്രാക്ട് ചെയ്തതിൻ്റെ ഡിസൈനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഡിസൈനിനെ ഒന്നുകൂടെ അടിപൊളിയാക്കുന്നതാണ് അതിൻ്റെ ഹെഡ് ലാമ്പും അതുപോലെ അലോയ്സും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. DRLോട് കൂടിയ LED ഹെഡ്ലാംപ്സാണ് വന്നിരിക്കുന്നത്. അതിന് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രില്ലിൽ BYD എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. താഴെ ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈൻ എലമെൻറ്റ്സ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ റഡാർ, അതായത് അഡാസ് ഫീച്ചേഴ്സിൻ്റെ റഡാർ കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇതിന് അഡാസ് ഫീച്ചേഴ്സ് പലതും വന്നിട്ടുണ്ട്. അതായത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, അതുപോലെ ലൈൻ അസിസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ലെവൽ 3 അഡാസ് ഫീച്ചേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പം സേഫ്റ്റിയുടെ കാര്യത്തിലും ഒട്ടും പിന്നിലല്ല BYD എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇതോടുകൂടി. കാരണം നമ്മൾ നേരത്തെ ചെയ്ത BYD E6ൽ കുറേ ഫീച്ചേഴ്സ് മിസ്സിംഗ് ആയിരുന്നു. കുറേ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആഡംബര ഫീച്ചേഴ്സ് അല്ല, കുറേ ബേസിക് ഫീച്ചേഴ്സും ചിലതൊക്കെ അവർ മിസ് ഔട്ട് ചെയ്തിരുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഡിസൈനെ പറ്റി ഞാൻ അങ്ങനെ എടുത്തെടുത്ത് ഓരോന്ന് പറയേണ്ടതില്ല, പെട്ടെന്നൊന്ന് ഓടിച്ചിട്ട് പറയുകയാണ്. കാരണം ഇതിൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് ഇതിൻ്റെ NFC ഫീച്ചർ. അതായത് നമുക്ക് ഒരു ATM കാർഡ് പോലൊരു കാർഡ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കീ ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. കീയോട് കൂടിയും യൂസ് ചെയ്യാം. ഇതിൻ്റെ കീ ഒരു നോർമൽ കീ ആണ് വന്നിരിക്കുന്നത്. നോർമൽ വലിയ ഡിസൈൻ വൈസ് വലിയ അടിപൊളിയായിട്ടൊന്നും കൂട്ടേണ്ട, നോർമൽ കീ ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ആ കാർഡ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ആ NFC വെച്ചിട്ട് നമുക്ക് പേഴ്സിൽ നമ്മുടെ വാളറ്റിൽ വെച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അൺലോക്ക് ആവുന്നതായിരിക്കും. നമുക്കത് ഓടിച്ച് പോകാനും സാധിക്കും. ആ ഒരു ഫീച്ചർ ഈ ഒരു മിററിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നീട് സൈഡിലോട്ട് ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിയർ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ ഒരു ടെയിൽ എൻഡ്, അതായത് B പില്ലർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഡിസൈൻ വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പിൻഭാഗം ഒന്ന് കണ്ടിട്ട് വരാം. ഇതിൻ്റെ പിൻഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ പുറകിൽ ബിൽറ്റ് യുവർ ഡ്രീംസ് എന്ന് വളരെ വലിയതായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അവർ വലിയതായിട്ട് എഴുതി വെച്ചത് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് പിന്നീട് അവർ മാറ്റിക്കോളും. ബാക്കി Atto 3 എന്നുള്ള ഒരു ബാഡ്ജിങ്, അതുപോലെ EV ആണെന്നുള്ളൊരു അറിയിക്കുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ഈ ഒരു ടെയിൽ ലാമ്പ്, ആ ഒരു കണക്റ്റിംഗ് ആയിട്ടുള്ള, അതായത് ഇപ്പം ട്രെൻഡിങ് ആണ് എല്ലാ വാഹനങ്ങളിലും, മിക്ക വാഹനങ്ങളും കൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഫ്രോങ്സിൻ്റെ വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. മിക്ക വാഹനങ്ങളിലും ആ ഒരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് രാത്രിയിലൊക്കെ പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, പിന്നീട് ഡിസൈൻ വൈസ് ഒരു കിയ EV6 വരുന്ന പോലെ ആ ഒരു സ്ലാൻഡിങ് ഈ ഒരു BYDക്കും അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പിയാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. പിന്നീട് റിയർ സെൻസേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. റിയർ സെൻസേഴ്സും അതുപോലെ മെയിൻ ഒരു കാര്യമാണ് 360 ക്യാമറ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ E6ൽ വന്നിട്ടില്ലായിരുന്നു. ഇതിൽ 360 ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, E6നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ഇല്ലാത്ത ഫീച്ചേഴ്സ് എല്ലാം കൂടെ ഉൾപ്പെടുത്തി അടിപൊളി, അതായത് കുറച്ചുകൂടെ ലക്ഷറി ആയിട്ടും കുറച്ചുകൂടെ ഫീച്ചർ റിച്ച് ആയിട്ടുമാണ് BYD Atto 3 അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനിയും വരാനിരിക്കുന്ന വാഹനങ്ങൾ ഏതാണെന്നൊക്കെ, ഇവരുടെ Atto 4 ഒരു സെഡാൻ അവൈലബിൾ ആണെന്ന് അറിഞ്ഞു. അതുപോലെ ഇനിയും വരാനിരിക്കുന്ന വാഹനങ്ങൾ ഏതാണെന്ന് നമുക്ക് കണ്ടറിയാം. MG കോമറ്റ് EV അവതരിപ്പിച്ച പോലെ ഒരു ബഡ്ജറ്റ് വാഹനവും ഇവരിൽ നിന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിരിക്കും. പിന്നെ ഡിസൈനെ പറ്റി അധികം പറഞ്ഞ് നീട്ടുന്നില്ല. ഞാൻ ജസ്റ്റ് അകത്തോട്ട് കയറി അകത്തുള്ള ഫീച്ചേഴ്സുകൾ വേഗം ഒന്ന് കാണിക്കാം. കാരണം നമ്മുടെ മെയിൻ ഫോക്കസ് യൂസർ എക്സ്പീരിയൻസിലാണ്. അപ്പം നമ്മൾ അതിന് മുമ്പ് ജസ്റ്റ് ഒരു വോക്ക് അറൗണ്ട് കാണിക്കുന്നതേ ഉള്ളൂ. നമുക്ക് മെയിൻ ഫോക്കസ് യൂസർ റിവ്യൂവിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് അകത്തോട്ട് കയറാം. അങ്ങനെ നമ്മൾ Atto 3യുടെ ഇന്റീരിയറിലേക്ക് പ്രവേശിച്ചു. ഇതിൻ്റെ ഇന്റീരിയറിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ അടിപൊളി ഡിസൈനാണ്. ഇതിനെപ്പറ്റി എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ ഒരു കളർ കോമ്പിനേഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ഒരു ബ്ലൂ, ഒരു നേവി ബ്ലൂ എന്ന് പറയാനൊക്കെ ഇല്ല, വേറൊരു ബ്ലൂ ആണ്. ആ ഒരു കളർ കോമ്പിനേഷൻ വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സീറ്റിൻ്റെ കളർ കോമ്പിനേഷൻ, അതുപോലെ തന്നെ റെഡ് ബോർഡർ ലൈൻസും ഒക്കെ വന്നിട്ട് നല്ല അടിപൊളി സീറ്റിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ AC വെൻസിൻ്റെ ഡിസൈൻ കണ്ടോ,
അതും ഭയങ്കര വെറൈറ്റി അല്ല. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈവൻ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ പോലും വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യും. കാരണം ഇത്രയും കൊച്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വേറൊരു വണ്ടിയിൽ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കില്ല. കാരണം എല്ലാം അടിപൊളിയാക്കിയിട്ട് അവർ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ മാത്രം കുറച്ച് ചെറുതാക്കി പോയി. അതിൽ ഇതിൻ്റെ ഒരു ഡിസൈൻ ആ ഒരു ലുക്ക് ഒരു വെറൈറ്റി തോന്നിക്കാൻ വേണ്ടി ആയിരിക്കാം. എങ്കിലും അത് മാത്രം ചെറുതായി പോയെങ്കിലും വളരെ അടിപൊളി ക്വാളിറ്റിയുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേ സൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെ വലിയ ഡിസ്പ്ലേ സൈസ് വരുന്നു. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ചെറുതായെന്ന് പറഞ്ഞ് ഡിസ്പ്ലേ സൈസ് അവരൊട്ടും കുറച്ചിട്ടില്ല. വളരെ അടിപൊളി ഒരു വെറൈറ്റി ഫീച്ചറോട് കൂടി ആ ഒരു ഇൻഫർടൈൻമെൻറ്റിനെ അവർ തന്നിട്ടുണ്ട്. പിന്നീട് പാനോറമിക് സൺറൂഫ് ആണ് വരുന്നത്. അതിന് വോയിസ് അസിസ്റ്റൻസ് എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഹേയ് ബൈവേഡി പ്ലീസ് ഓപ്പൺ ദ സൺറൂഫ്. ക്വിക്ക് റെസ്പോൺസ് ആണ് കേട്ടോ, ഒന്ന് പറയുമ്പോഴേ വേഗം. ഹേയ് ബൈവേഡി പ്ലീസ് ക്ലോസ് ദ സൺറൂഫ്. ഒരു സെക്കൻഡ് തികച്ച് വരുന്നില്ലെന്ന് തോന്നുന്നു അവരാ ഒരു ഇത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പറയുന്ന ഉടനെ തന്നെ വർക്കാവുന്നുണ്ട്. ഓക്കെ, അത് പിന്നീട് നമ്മുടെ മിറേഴ്സ്, സൈഡ് മിറേഴ്സ് നമ്മുടെ MG ഹെക്ടർ പ്ലസിലും ഹെക്ടറിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഹേയ് ബൈവേഡി പ്ലീസ് ഓപ്പൺ ദ ഡ്രൈവേഴ്സ് വിൻഡോ. പെട്ടെന്നാണ് കേട്ടോ, ഭയങ്കര ക്വിക്ക് റെസ്പോൺസ് ആണ്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഹേയ് ബൈവേഡി പ്ലീസ് ക്ലോസ് ദി ഡ്രൈവേഴ്സ് വിൻഡോ. ഹേയ് ബൈവേഡി പ്ലീസ് ടേൺ ഓൺ ദ റേഡിയോ. ഓ, ഞാൻ പറയാൻ നോക്കിയിരിക്കുകയായിരുന്നു തോന്നുന്നു കേട്ടോ. ഹേയ് ബൈവേഡി ടേൺ ഓഫ് ദ റേഡിയോ. ഭയങ്കര സ്പീഡാണ് ഇതിൻ്റെ, അതായത് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ അവർ ആക്ഷൻ എടുത്തു കഴിഞ്ഞു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നീട് ഡിസൈൻ വയർലെസ് ചാർജിങ് വന്നിട്ടുണ്ട്. പിന്നീട് ഇവിടെ ഓരോ ഫീച്ചേഴ്സായിട്ട് നമുക്ക് കാണാം. പിന്നീട് പവർ റീജനറേഷൻ മോഡൊക്കെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. 2 മോഡാണുള്ളത്. അത് ഹൈയും ലോവും രണ്ട് മോഡാണുള്ളത്. പിന്നീട് AC-യുടെ സ്വിച്ചസ്, വണ്ടി സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് ഇവിടെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഗിയർ ലിവർ ഇവിടെ സൈഡിലൊരു അൺലോക്ക് ബട്ടനോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് അതനുസരിച്ച് ഡ്രൈവ് മോഡായി. പാർക്ക് റിവേഴ്സ് മോഡായിട്ടുണ്ട്. നമ്മുടെ 360 ക്യാമറ ഒക്കെ ഓപ്പണായി വന്നു. അങ്ങനെ നമ്മൾ ന്യൂട്രലാക്കിയിരിക്കുന്നു. വളരെ ഒരു ഫ്ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഡിസൈനുള്ള ആ ഒരു ഗിയർ നോബ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നീട് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾസ്, അതുപോലെ ലൈൻ അസിസ്റ്റ് കൺട്രോൾസ്, പിന്നെ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ്, ഇങ്ങനെയുള്ള പല ഫീച്ചേഴ്സും ഈ വണ്ടിയിൽ അറ്റാച്ച് ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്തുമാത്രം നമ്മുടെ റോഡുകളിൽ യൂസ്ഫുൾ ആകുമെന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ പറയാനൊക്കില്ല. കാരണം ഹൈവേസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട്, നമ്മുടെ ഹൈവേസിനെക്കാട്ടി ഉപരി റോഡിൻ്റെ വികസനത്തിനെക്കാട്ടി ഉപരി നമ്മുടെ ഒരു ഡ്രൈവിംഗ് കൾച്ചർ തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. കാരണം ഇതൊരു മെഷീനാണല്ലോ. അപ്പം ആ ഒരു സിസ്റ്റത്തിന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആക്ഷൻസ് ആണ് നമ്മൾ പലരും റോഡിൽ എടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആക്ഷൻസ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ ഏത് വർഷമൊക്കെ അതാവുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഒക്കില്ല. കാരണം ഇപ്പോഴും പലരുടെയും ഡ്രൈവിംഗ് രീതികൾ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നീട് ഇതിൻ്റെ ഒരു ഡോറിൻ്റെ ഡിസൈൻ, ഡോറിൻ്റെ ലോക്കിൻ്റെ ഡിസൈൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ കണ്ടോ. Please shift the gear into P position. നമ്മൾ പാർക്കിംഗ് മോഡ് ആക്കാത്തത് കൊണ്ട് ഓക്കെ അലേർട്ട് തന്നതാണ് അവർ. ഡോറിൻ്റെ ഡിസൈനൊക്കെ വളരെ നല്ലതായിട്ട് പോകുന്നു. 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം ചെയ്താൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആവുള്ളൂ. രണ്ടാമത് ചെയ്താലേ ഇത് ഫുൾ ഓപ്പൺ ആയി വരുള്ളൂ. ഓപ്പൺ ആക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് തള്ളാം എന്നുള്ളതാണ് വേറൊരു അതിൻ്റെ യൂസ് വന്നിരിക്കുന്നത്. പിന്നീട് ഇത് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഒരു സംഭവം. ഇതിൻ്റെ യൂസ് എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് യൂസറോട് ചോദിക്കാം, അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ, അത് എന്തിനാണെന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കാം. ഓക്കെ, പിന്നീട് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വന്നിട്ടുണ്ട്. ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ടിൻ്റെ കാര്യമാണെങ്കിലും നല്ല തൈ സപ്പോർട്ട്. നമ്മൾ BYD E6 ചെയ്തപ്പോൾ അതിന് തൈ സപ്പോർട്ട് വളരെ കുറവായിരുന്നു. പക്ഷേ ഇതിൽ ആ ഒരു പ്രശ്നമില്ല. സീറ്റിൻ്റെ ഡിസൈനും വളരെ അടിപൊളിയായിട്ട് തന്നെ, നമ്മുടെ ഷോൾഡേഴ്സ് ആണെങ്കിലും എല്ലാം പക്ക ഒരു പാക്ഡ് ആയിട്ടാണ് ഈ വാഹനത്തിൽ ഇരിക്കുന്നത്. ഇനി നമുക്ക് റിയർ സീറ്റിലൊന്ന് നോക്കിയിട്ട് അവിടുത്തെ ഒരു സ്പേസും കംഫർട്ടും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിയർ സീറ്റിൽ കയറി ഇരുന്നപ്പോൾ ഭയങ്കര താന്നിരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. കാരണം നമ്മുടെ കാല് ഒത്തിരി മടക്കിയിരിക്കുന്ന ഒരു ഫീലാണ്. അതായത് നമ്മളൊരു സോഫയിലൊക്കെ ഇരിക്കില്ലേ, ആ ഒരു കംഫർട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു കംഫർട്ട് എന്ന് തന്നെ പറയാം, ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല.
ഒത്തിരി കുറച്ച് താന്നിരിക്കുന്നു. അതുകൊണ്ട് ഹെഡ് റൂം നല്ല രീതിയിലുണ്ട്. നമുക്ക് ഇത്രയും സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു 6 ഫീറ്റ് ഉള്ളവർക്കും അതിൽ മുകളിലുള്ളവർക്കും കുഴപ്പമില്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. ഫ്രണ്ടിലേത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് അല്ല വന്നിരിക്കുന്നത്. ആ ഒരു കാര്യവും നമുക്ക് അതിൻ്റെ ആവശ്യകത ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് വന്നിരിക്കുന്നത്. ഉണ്ടോ, 2 ചാർജിങ് പോർട്സ് ആണ് വന്നിരിക്കുന്നത്. 2 ചാർജിങ് മീൻസ് നമുക്ക് BYDയുടെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഫാസ്റ്റ് ചാർജിങ്, അതുപോലെ വീട്ടിലെ ചാർജിങ്, പിന്നീട് നോർമൽ നമ്മുടെ മൊബൈൽ കുത്തുന്ന പോലെ നമുക്ക് നോർമൽ ചാർജിങ് പോയിന്റിൽ നിന്ന് നമുക്കെടുത്ത് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പല ചാർജിങ് ഓപ്ഷൻസും BYD വാഹനങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കാരണം BYDയുടെ ബാറ്ററിയുടെ കില്ലാടികളാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം BYDയുടെ ബസ് 2017-18 കാലഘട്ടത്തിൽ തൊട്ട് നമ്മുടെ നാട്ടിൽ ഓടുന്നുണ്ട്. BYDയുടെ പല പ്രൊഡക്റ്റുകളും കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴാണ് അറിയുന്നത് 10-16 വർഷമായി BYD നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം. കാരണം ബാറ്ററിയുടെ പല വേറെ കുറേ പ്രൊഡക്ട്സ് ആയിട്ട് അവർ നാട്ടിൽ സജീവമാണ്. ടെസ്ലയെ പോലും പൊട്ടിച്ചുകൊണ്ടുള്ള ബാറ്ററി ടെക്നോളജിയാണ് BYDക്കുള്ളത് എന്നുള്ളതാണ് വലിയൊരു സത്യം. പല വാഹനങ്ങളും ഇതിൻ്റെ ബാറ്ററി ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബ്ലൈഡ് ബാറ്ററി സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ബ്ലൈഡ് ബാറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് വേറൊരു കമ്പനീസിനും അവകാശപ്പെടാൻ സാധിക്കാത്ത ബാറ്ററി സിസ്റ്റമാണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ സേഫ്റ്റിയുടെ കാര്യത്തിലും യൂസ്ഫുൾ ആണ്. കഴിഞ്ഞ E6ൻ്റെ വീഡിയോയിൽ ഡോക്ടർ നമ്മളോട് വളരെ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ബ്ലേഡ് ബാറ്ററി സിസ്റ്റത്തിൻ്റെ സുരക്ഷയും കാര്യങ്ങളും. അപ്പം ആ വീഡിയോ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നീട് ആംബിയൻ ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പർപ്പിളാണ് കിടക്കുന്നത്. പിന്നീട് ബൂട്ട് സ്പേസും നല്ല ബൂട്ട് സ്പേസ് ആണ് വന്നിരിക്കുന്നത്. എയർ ബാഗ് ആണ് ഇതിൻ്റെ സേഫ്റ്റിയുടെ കാര്യത്തിനായിട്ട് വന്നിരിക്കുന്നത്. 6 എയർ ബാഗ് എന്ന് പറയുമ്പം നല്ല ഇതാണ്. കാരണം അത് മാൻഡേറ്ററി ആക്കാൻ പോവുകയാണ്. ഇനി ഇത്രയും നാൾ 2 എയർ ബാഗ്സ് എന്നുള്ളത് 6 എയർ ബാഗിലോട്ട് മാൻഡേറ്ററി ആക്കാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് മാൻഡേറ്ററി ആക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് റിയർ AC വെൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ BYD ഡിസൈൻസ് എന്നുള്ള ഒരു ബാഡ്ജിങ്ങും കാണാം. താഴെ Type-C പോർട്ടും അതുപോലെ USB ചാർജിങ് പോർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് ആംറസ്റ്റിൻ്റെ അകത്തെ സ്റ്റോറേജ് സ്പേസ് നമ്മൾ കാണിച്ചില്ല. വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് വന്നിരിക്കുന്നത് ആംറസ്റ്റിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈനും കണ്ടോ, നമുക്ക് നല്ല ഗ്രിപ്പാണ്. കൈ വെച്ച് കഴിഞ്ഞാൽ ത്രെഡ്മിൽ ഡിസൈനോ അങ്ങനെ എന്തോ ആണ് ഈ ഒരു സംഭവത്തെ പറയുന്നത്. ത്രെഡ്മില്ലിൻ്റെ പോലാണ് കാണുമ്പോൾ തോന്നുന്നത്. ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ ഒരു വണ്ടിയിൽ. ഓരോ പാർട്ടിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു പെട്ടെന്നുള്ള ഒരു വാക്ക് അറൗണ്ട് വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമുക്ക് പുറത്ത് പോയി റിയർ ഭാഗത്ത് പോയിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, നമ്മൾ വണ്ടിയുടെ പിൻഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഡിസൈൻസും കാര്യങ്ങളും എല്ലാവർക്കും വളരെ അട്രാക്റ്റ് ചെയ്ത ഒരു ഡിസൈനാണ്. അതുപോലെ നമുക്ക് പവേർഡ് ടെയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും എല്ലാം സാധിക്കുന്നതാണ്. അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. പിന്നീട് നമുക്ക് അതിൻ്റെ ചാർജ് റിവേഴ്സ്ലി നമുക്ക് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ള പവർ കൺസംഷനൊക്കെ പുറത്തോട്ട് എടുക്കാനായിട്ട് പറ്റും. ഇത്രയും ചാർജുള്ള സ്ഥിതിക്ക്, ഇത്രയും റേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയായ സ്ഥിതിക്ക് അതൊന്നും ഇതിൻ്റെ റേഞ്ചിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഈ വാഹനത്തെ പറ്റി. സാധാരണ ഞാൻ യൂസർ റിവ്യൂ മാത്രമാണ് ചെയ്യാറ്. ഈ ഒരു വാഹനം കണ്ടപ്പോൾ എനിക്ക് യൂസർ റിവ്യൂവിൽ മാത്രം ഒതുക്കാൻ തോന്നിയില്ല. ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയണമെന്നും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണമെന്നും, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പരിചയപ്പെടുത്തണമെന്നും എനിക്ക് തോന്നി. ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് പലതും നിങ്ങൾ കണ്ടു കാണും, എങ്കിലും എൻ്റെ രീതിയിൽ ഞാനൊന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ മെയിൻ നമ്മുടെ ടോപ്പിക്കായിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോ എൻ്റെ തൊട്ട് പിന്നാലെ വരുന്നുണ്ട്. അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലുള്ള പല യൂസർ എക്സ്പീരിയൻസ് വീഡിയോസും നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല. നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.